വെൽക്കം ടു ആമീസ് വേൾഡ്. എല്ലാവർക്കും ആമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. പിറകിൽ ദേ എൻ്റെ ആൺകുട്ടി ഇങ്ങനെ നിന്നിരുന്ന് ഒളിച്ച് നിൽക്കുവാണേ. ഞാൻ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആരും വല്ല കണ്ടില്ലല്ലോ അല്ലേ? ഞങ്ങൾ സ്കൂട്ടിയിലാണ് 4 പേരും കൂടി പോയത് കേട്ടോ. ഞങ്ങളങ്ങനെ സ്കൂട്ടി അവിടെ കൊണ്ടിട്ട് ആനയെ കിട്ടുന്നതിന് അവിടെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് പതിയോട്ട് പോവുകയാണ്. ഇത് അമ്പലത്തിനകത്തുള്ള എൻട്രി ഭാഗമാണ് കേട്ടോ. അവിടെ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പഴയ കാലത്തുള്ള പനയൂരിൽ വെച്ചിട്ടുള്ള മുട്ട, വട്ടി, മുറം അതുപോലെയുള്ള ഐറ്റംസൊക്കെ ആദ്യം തന്നെ കാണുന്നത്. അവിടെ നേരെ പിന്നെ അങ്ങോട്ട് കുരുത്തി സർബത്ത് ഇടാറുണ്ട്. പിന്നെ ഈ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. എനിക്ക് ഈ കൃഷ്ണനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ ഭഗവാനെ കാണാനായിട്ട്. എനിക്ക് അതൊരു നെറ്റിപ്പട്ട ഉണ്ടായിരുന്നേ. ആ പുറകിലെ വലുതാണ് അമ്മ നോക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആ ചെറുതാണ് കണ്ടത്. പിന്നെ എനിക്ക് ഈ പയ്യന്മാർ ഇവിടെ 2 പേരുണ്ട്. എനിക്ക് 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഒരുമിച്ച് ഇങ്ങനെ കളിക്കാൻ. ഞാനത് വീഡിയോ അടിച്ച് തന്നപ്പോഴേക്കും അതൊരു പയ്യൻ അങ്ങോട്ട് മാറിയതാണ്. പിന്നെ നമ്മളവിടെ നിന്ന് നിറച്ച് കടയാണ് കേട്ടോ. ഇതെനിക്ക് പരിചയമുള്ള എൻ്റെ വീടിനടുത്തുള്ളൊരു അപ്പനാണ് കേട്ടോ. പുള്ളി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്നെ വീഡിയോ എടുക്കാനാണോ നീ വന്നേണ്ടി എന്നൊക്കെ എനിക്ക് ചോദിക്കുന്നുണ്ട്. ഇത് ഗ്ലാസ് കടകളാണ് കേട്ടോ. നിറച്ച് പല വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ്സുകളുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനൊരു 2 ഗ്ലാസ് മേടിച്ചു കേട്ടോ. പാത്രങ്ങളും ചെറിയ ഒരുപാട് പാത്ര ഐറ്റങ്ങൾ അങ്ങനെ ഒന്നുമില്ല. കപ്പ് ഈ കാണുന്ന ഇത്ര ഐറ്റംസുകളെ. പിന്നെ അങ്ങോട്ടപ്പോൾ ആൺകുട്ടി പറഞ്ഞു പേരെഴുതിയ മോതിരം വേണമെന്നേ. അങ്ങനെ അതെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ അവൾക്ക് സൈസുള്ളത് കിട്ടാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പുറകിലത്തുള്ള കടയിലിട്ട് പോകും. ഇതിവിടെ കമ്മൽ ഏതെടുത്താലും 30, 40 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതി വെച്ചിരുന്നു. അകത്തോട്ട് കയറി നോക്കി. ഞാൻ ഇത്രയും ഉള്ള അങ്ങനെ കമ്മലുകളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും മേടിച്ചില്ല കേട്ടോ. നല്ല തിരക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ വളകളൊക്കെ. ആൺകുട്ടി അതിൽ നിന്ന് ഒരു സെറ്റ് കമ്മൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് എടുത്തോട്ടെ തന്നെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചു. അപ്പോൾ ആള് ശരിക്കും വല്ലാണ്ടായി. ഇവിടെയായിരുന്നു അടിപൊളി കാണാം. കുട്ടികളെ ആരെങ്കിലും കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരത്തില്ല കേട്ടോ. നിറച്ച് കുട്ടികളെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നേ. ഏത് ടോയ് എടുത്താലും 100 രൂപ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം 100 തന്നെയാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ വാച്ച് കട ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴയകാല മിഠായികൾ, കോഴിക്കോടൻ ഹൽവ അതുപോലുള്ള സംഭവങ്ങളെല്ലാം അവിടെയൊക്കെ ഇരിക്കുന്നത്. മേടിക്കാനുള്ള വീഡിയോ എടുക്കുന്നുണ്ടായാലും മേടിക്കാനുള്ള ആ ഒരു എനിക്ക് കിട്ടില്ല. പിന്നെ ചെടിക്കട ഉണ്ടായിരുന്നു. മോനോട്ടനും ആമയും കൂടെ മുന്നേ പോകുന്നു. ഇത് വേറൊരു കുലുക്കി സർബത്ത് കടയാണ്. ഇത് ഫാൻസി കടകൾ. ആൺകുട്ടി ആ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ ബാഗ് 2-3 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി തിരണ്ടി നിൽക്കുകയായിരുന്നു. ഇതിങ്ങനെ ചെടികളുടെ വളം അങ്ങനെയുള്ള ഐറ്റംസ്. മോനോട്ടിന് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെരുപ്പ് കടയിലോട്ട് നമ്മൾ കയറിയിട്ട് ചെരുപ്പൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് പോയി. ആദ്യം കയറിയ കടയിൽ നിന്നൊക്കെ കയറി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കൂട്ടുകാരെല്ലാം അവിടെ ചേർന്ന് എന്തോ വേറെ ഏതോ ഒരു കടയിൽ നിന്ന് ഇങ്ങനെ മേടിച്ചപ്പോൾ അവിടെ ആമക്കുട്ടിയും പോയി നിന്നിട്ട് നോക്കുവാണല്ലോ. എന്നെ ഇങ്ങനെ കണ്ണി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മിണ്ടാണ്ട് വെച്ചിട്ട് പിണങ്ങി പൊക്കളഞ്ഞ ആൾ. പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനും കൂടെ ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മെറ്റീരിയൽസ് അല്ല, നമ്മുടെ ഡ്രസ്സ് ഐറ്റംസ് തന്നെ. കുട്ടികളുടെ കണ്ണാടി, പിന്നെ വള, ക്ലിപ്പുകൾ അങ്ങനെയുള്ള കഷ്ടം. ഇത് പൂക്കൾ, മാല. അവിടുത്തെ ചേച്ചി തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടൊന്ന് പേഴ്സ് ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് ബാഗ്. കുറച്ചുകൂടെ ഈ കടയിലും അത്യാവശ്യം ഒട്ടുമിക്ക സാധനങ്ങളും കുറേശ്ശായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പാത്രങ്ങളുണ്ടായിരുന്നു. പൊട്ട ഐറ്റം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് മേടിക്കണമെന്നുണ്ടെന്ന് പക്ഷേ ഞാൻ പിന്നീട് ആവട്ടെ എന്ന് വെച്ചിട്ട് മാറുന്നു. ഇത് നമ്മുടെ തലയിൽ നിന്ന് ക്ലിപ്പുകൾ. ഇത് ഏതെടുത്താലും 20 രൂപ കടയാണ്. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ വിലകളെല്ലാം വരും. ഇതാ രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ചിപ്സ് ഐറ്റംസുകളില്ലേ, ഇങ്ങനെ പലതരത്തിലും. ചിലത് മധുരമായിരിക്കും, ചിലത് നല്ല പുളിയായിരിക്കും, ചിലത് എരിവുള്ളതായിരിക്കും. അതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് തരത്തില്ലേ. അങ്ങനെ അമ്മ ചെടിച്ചട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മേടിക്കട്ടെ ഞാൻ കണ്ണ് കാണിക്കുന്നുണ്ട്, വേണ്ട പിന്നീട് മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും മേടിക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. ആരെയും ഒരു സാധനം മേടിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സാധനം മേടിക്കാൻ ആരും സമ്മതിച്ചില്ലേ. കുറേ കടകൾ എനിക്ക് തോന്നുന്നു. മുഴുവൻ കടകളും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനത് വളരെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം
നന്നായിട്ട് തന്നെ എടുക്കാമായിരുന്നു. പക്ഷെ തിരക്കിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഇതെനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. നമ്മുടെ റിയൽ ഒരു പൈസ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ പേനയാണ് കേട്ടോ, ഇങ്ങനെ കത്തി പോലെ ഇരിക്കുന്നെങ്കിൽ അത് പേനയാണ്. ഇത് തോക്കിൻ്റെ പേന, അത് കത്തിയുടെ പേന, ഇപ്പോഴത്തെ കളർസ്, ഇങ്ങനെ പേനയുടെ കുറച്ച് കളക്ഷൻസ് ആയിട്ട് കുട്ടികളിങ്ങനെ നല്ല കൗതുകമായിട്ട് നമുക്കത് ഇഷ്ടപ്പെടും കണ്ട. പിന്നെ കുറച്ച് പാത്രങ്ങൾ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്ന കണ്ണ് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ചൂടായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ചൂടൊന്നും സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റാതെ ഞാനത് മേടിച്ചില്ല. പിന്നെ അമ്മ എന്തോ 1-2 ഐറ്റമൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ആമിക്കുട്ടി ഇങ്ങനെ ഈ ഷേപ്പ് അത് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിക്ക് മാവ് എടുക്കുമ്പോൾ അതിങ്ങനെ വെച്ചിട്ട് കുഴച്ചിട്ട് അവളതിലിങ്ങനെ ഓരോ ടോയ്സ് പോലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് എടുത്തോട്ടേന്ന് ഇങ്ങനെ അവൾ അപ്പോഴും വഴക്ക് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് വരും. അങ്ങനെ കുറച്ചൊന്നിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത വേറെ 20 രൂപ കടയിൽ തന്നെയാണ് കേട്ടോ അടുത്തതും പോയത്. അവിടെ പക്ഷെ നമ്മൾ കടയ്ക്കുള്ളിലോട്ട് കയറിയില്ലേ. ഇത് അമ്പലത്തിൻ്റെ പുറക് സൈഡാണ്, പുറത്തോട്ടുള്ള എൻട്രിയുടെ സൈഡാണ്. ഇവിടെയും അമ്മ വീണ്ടും പോയി നിൽപ്പുണ്ടേ ആ ചെടി അവിടോട്ടിങ്ങനെ. വീണ്ടും ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഈ ചെടിച്ചട്ടി മേടിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കണത്. ഇത് ഒരു കുലുക്കി സപ്പത്തോട, പിന്നെ പാനിപ്പൂരി അതുണ്ടായിരുന്നു. നമ്മളവിടെ ഒന്നും കയറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സ് ഒരുപാട് ഐറ്റം, പിന്നെ ഈ ഫാൻസി ഐറ്റം ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ടൊക്കെ. നമ്മൾ ശരിക്കും പോയി ഇങ്ങനെ കാണുന്നതല്ല, നമ്മൾ പോയി തന്നെ കാണാം. അതിൻ്റെ ഒരു ഭംഗി കാണുന്നത് പോയി തന്നെ കാണാം. അങ്ങനെ അവസാനം നമുക്ക് കറങ്ങി തിരിഞ്ഞ് വീടിത് മോനിട്ടം പറഞ്ഞ ചെരുപ്പ് കടയിൽ അവിടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മാമ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നേ, 50, 100, 50, 100 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മളിങ്ങനെ വെയിറ്റ് അധികം ഇല്ലാത്ത പ്ലാസ്റ്റിക്കുകളില്ല, ആ ടൈപ്പ് ചെരുപ്പുകളൊക്കെ മതി. ഇതൊക്കെ 100 രൂപയുടെ ചെരുപ്പുകളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അകത്ത് പുറകിൽ കാണുന്നത് 50 രൂപയുടെ. പിന്നെ ഞാനും ആൺകുട്ടിയും കൂടെ അകത്തോട്ട് കയറിപ്പോയി. അമ്മയും മോനും കൂടെ മോനിനുള്ള ചെരുപ്പ് തപ്പുമായിരുന്നു. ഞങ്ങൾ പോയതെല്ലാം കണ്ട്. ഇത് 150 രൂപയുടെ ചെരുപ്പ്. ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് കണ്ട തോല് പോലെ ഇരിക്കും, ഒറിജിനൽ തോലല്ല, പക്ഷെ അതുപോലെയൊക്കെ ഇരിക്കുന്നു. അതിൻ്റെയൊക്കെ ഞങ്ങളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്തോ ആണ്. ഇത് 50 രൂപ. ഇവിടെ നിന്ന് ആമിക്കുട്ടി പരണ്ടി ഒരു ചെരുപ്പ് എടുത്തേ, ഒരു റെഡ്, ഒരു പിങ്ക് ആമിക്കുട്ടിയുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കൈവെള്ളയുടെ അത്രയേ ഉള്ളൂ ആ ചെരുപ്പ്, കുഞ്ഞു ചെരുപ്പ്. അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവളെടുത്തു. ഞാനും ഒരെണ്ണം ഇട്ട് നോക്കി കേട്ടോ. എനിക്കതപ്പോൾ ഇട്ടിട്ട് ഞാൻ എത്ര അങ്ങോട്ട് ശ്രമിച്ചിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് കാലോട്ട് കയറുന്നില്ലായിരുന്നു. എല്ലാം ഈ അളവേ ഉള്ളൂ. ആൺകുട്ടി ഈ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോക്കത് പരുവമല്ല, പിന്നെ നമുക്ക് എന്തിനാണെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോൾ വെച്ചു. അപ്പോൾ മോനൂട്ടൻ്റെ പരുവുള്ള ചെരുപ്പ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ കസത്തൊക്കെ കാണിച്ചിട്ട് പിണങ്ങിയിരിക്കുവാണ് ആൾ. ആ ചെരുപ്പും കൊണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. വഴക്ക് പറഞ്ഞ അവിടെ വെച്ച് വീണ്ടും കറങ്ങി തിരിഞ്ഞപ്പോൾ അതാ കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അത് മേടിക്കാമെന്നും പറഞ്ഞ് ചെന്നപ്പോൾ മോനൂട്ട സമ്മതിക്കത്തില്ല. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, വീട്ടിൽ പോവാം, ഇതൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ മേടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പുറകിൽ വീണ്ടും ഒരു ട്രിപ്പ് കറങ്ങി അടുത്ത ട്രിപ്പ് വീണ്ടും കറങ്ങി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വീണ്ടും എൻ്റെ കണ്ണെല്ലാം വീണ്ടും അങ്ങോട്ട് തന്നെയാണ്, അലുവക്കടയിലോട്ട്. അവിടെ ഒരു പുളിമുട്ടായി, നമ്മുടെ പണ്ടത്തെ പുളിമുട്ടായില്ലേ 90s കിഡ്സിൻ്റെ, അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ നോക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇങ്ങോട്ടൊന്ന് കൈത്തറിയുടെ ആ ഒരു ഐറ്റം ഉണ്ടാവും, കുത്താമ്പള്ളി കൈത്തറി. അതുകൊണ്ട് അമ്മ വീണ്ടും പതിയെ ചെടിയുടെ ഫ്രണ്ടിലോട്ടൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ചെടികളെ മേടിക്കാൻ അത്യാവശ്യം നല്ല കൂട്ടം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇച്ചിരി കുറവാണ്. ഞാൻ ഫ്രണ്ടിൽ വേറൊരു കടയുണ്ട്, അവിടെ നല്ല അത്യാവശ്യം കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഗ്ലാസിൻ്റെ വെറൈറ്റി സെക്ഷനായിട്ട് കുറച്ച് കടയില്ല. 4 എണ്ണം 100, 5 എണ്ണം 100, 6 എണ്ണം 100, അങ്ങനെ പല വെറൈറ്റിയിൽ ഉള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തേടി അവസാനം ആമിക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചേ, മൈലാഞ്ചി. ഇത് ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മൈലാഞ്ചി എന്ന് വെച്ചാൽ. അവൾ മാസത്തിൽ ഒരു 3-4 ട്രിപ്പെങ്കിലും ഈ മൈലാഞ്ചി ഇടും. ഈ കടയിൽ കൊണ്ടുപോയാൽ അല്ലാതെ ഞാൻ മേടിച്ചിട്ട് കൊടുക്കും. അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ മൈലാഞ്ചി ഇടാൻ വേണ്ടി മാത്രം അവർക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ഈ പുള്ളിയെ കാണാനില്ല. ഇന്നിപ്പോൾ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇത്ര മാത്രം ഇട്ടപ്പോൾ ആൺകുട്ടി കൈ നിറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിറച്ച് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കുറേ ഇങ്ങനെ
പറഞ്ഞ് വഴക്കൊക്കെ വെച്ച് കുറച്ച് നേരമൊക്കെ നോക്കി. ലാസ്റ്റായപ്പോൾ പുള്ളിയെടുത്ത് വീണ്ടും പറഞ്ഞു നമുക്കും കൂടി ഒന്ന് ഇട്ട് തരുമെന്ന് വെച്ചപ്പോൾ പുള്ളി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഇട്ട് തന്നെ ആദ്യം. ഇതൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അലർജി എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു, സ്കിന്നിലായിട്ടേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ ഇട്ടോടെ ഉള്ളൊരു കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ടൊന്ന് കണ്ണടച്ച് കൊടുത്തതാണ് കേട്ടോ. ഇത്ര ഇട്ടിട്ടും പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ പുറകിലത്തെ ഭാഗത്തും കൂടെ ഒന്ന് കത്തിക്ക് പുറകിലോട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനിയാണ് വീണ്ടും വഴക്കായത് ഞങ്ങൾ കേട്ടോ. ഞങ്ങളത് ഫുള്ള് പുറകെ സൈഡിൽ കൂടെ ഒന്ന് ഇടണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം ഒന്ന് മടിച്ച് ചെയ്യില്ല. 50 രൂപയാണ് ഒരു കയ്യിലേക്ക് ഇടുന്നത്, അത് കൈ പത്തി മാത്രമാണ് 50 രൂപ, അതിനങ്ങോട്ടേക്ക് അത്രയും പൈസയ്ക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എന്തായാലും കൊച്ചു കുട്ടിയല്ലേ, ഒരു ഇതും കൂടി ഒന്ന് വെക്കുന്നതിന് പാടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വലിയ റെസ്റ്റിൻ്റെ അവിടെ ഒന്ന് വെച്ച് തന്നിട്ട് വീണ്ടും പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെച്ച് തന്നിട്ടുണ്ട്. ഓരോ വെച്ചുകൂടെ വെച്ചിട്ട് അവിടെ വെച്ച് തന്നെ. അപ്പോൾ ആൺകുട്ടി ഹാപ്പിയായേ, ഞങ്ങളും ഹാപ്പിയായി. ആൺകുട്ടിയുടെ ആഗ്രഹം സാധിച്ചെന്നുള്ളതിൽ എനിക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് ആൺകുട്ടിയുടെ മുഖത്ത് നിങ്ങൾ തന്നെ നോക്കിക്കോ. കയ്യിൽ പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ പുള്ളി വെച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ, പൈസയും കൊടുത്തു. ഇതിങ്ങനെ വന്ന് നിൽക്കും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവരെ ഇതിനെപ്പറ്റിയായിരുന്നു സംസാരം. അയ്യോ എൻ്റെ മൈലേജ് കൊള്ളാമല്ലേ ഈ കൈ ഇങ്ങനെ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വരുന്ന വഴി കംപ്ലീറ്റ് അതിങ്ങനെ കഴിയുന്ന വിത്തുകളുടെ ഐറ്റംസ്, പിന്നെ നമ്മുടെ മരച്ചീനിയില്ലേ, കിഴങ്ങ് മരച്ചീനി, പൊട്ടറ്റോ, സോറി കേട്ടോ, നമ്മുടെ ടപ്പിയൊക്കെ, അതിൻ്റെ കുങ്കുമത്തിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ. ഒരു 4 കളറോളം ഇവിടെ ഉണ്ടായിരുന്നു. 4 ഏത് കളർ മേടിക്കുന്നതൊരു കണ്ടീഷനായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ബൊമ്മകളിലേക്ക് കട്ട് ഇങ്ങനെ തിരിച്ചു വീണ്ടും മുന്നിട്ട് അടുത്ത ചെരുപ്പിടെ കയറി. ഇവിടെ 100 രൂപയ്ക്ക് എഴുതിയിട്ടേക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കയറി. വീണ്ടും കുറേ തപ്പുമാണ്. അപ്പോൾ ഞാൻ വെച്ചപ്പുറത്തോട്ടൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ബാഗ് ഇഷ്ടമാണ്, നീലയിൽ സ്റ്റാർസ് ഉള്ള ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് ചോദിച്ചപ്പോൾ 200 രൂപയാണ് പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകുന്നു. കാരണം സാധനം കൂടി മേടിക്കാൻ നിൽക്കുമ്പോൾ എനിക്കിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പേഴ്സുകൾ, ചെരുപ്പുകളൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ, എല്ലാം കൂടി ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണാൻ നല്ല. ഇതും ഒരു കുഞ്ഞു ചെരുപ്പായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആൺകുട്ടീനെ വിളിച്ചിട്ട് മമ്മി എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ കാണാൻ വേറൊരു കുഞ്ഞു അവതേ കുറേ ഒരു ചെരുപ്പ് കൊടുത്തില്ലെങ്കിലുണ്ട്. അതിൻ്റെ ഉമ്മ അതിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനോട്. പിന്നെ ആമിക്ക് വെള്ളം കുടിക്കാം, കുറേ നടക്കാം, ആമിക്ക് ക്ഷീണിച്ചു. ആമിക്കുട്ടിക്ക് കുലുക്കി സർബത്ത് വേണം, പേരക്കയുടെ കുലുക്കി സർബത്ത് വേണമെന്ന് നമുക്ക് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 കുലുക്കി സർബത്തൊക്കെ മേടിച്ചു. ഞാനിത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബറിലൊരു പേര് എന്നിട്ടിങ്ങനെ ചേച്ചി വീഡിയോസൊക്കെ ഇടുന്നത് നന്നാവുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചപ്പോൾ ഇല്ല വരുന്നില്ല പറഞ്ഞു. ഞങ്ങൾക്ക് അത്യാവശ്യം പരിചയമുള്ള 1-2 പേരാണ്. ഇനി അങ്ങ് റിലേറ്റീവ് അങ്ങനെയൊന്നുമല്ല, പരിചയമുള്ള ആളാണ്. അവർക്ക് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടു ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചേച്ചി. കുട്ടികളിൽ നല്ല രസമുണ്ട്. പിന്നെ പുറകിലൊരു പാട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. ആൺകുട്ടിക്ക് എരിവ് വേണം, പേരൊക്കെയാണ്. പക്ഷെ കുടിച്ചില്ല കേട്ടോ. കബയടിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി 1-2 വട്ടം സിപ്പ് ചെയ്ത് അപ്പോൾ പറഞ്ഞു വേണ്ട ഏൽപ്പിക്കാൻ. ഞാനിത് കുറച്ച് നേരം എടുത്തോട്ട് ഇവരെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം എടുത്തു. അതൊക്കെ ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ഓരോ മേടിച്ച് പയ്യെ
കോട്ടനുള്ള ഗ്രീൻ ആപ്പിൾ അവന് പേടിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മാറി. വീണ്ടും ഉണ്ടെന്ന് വരണമെന്നില്ല. ഞാനിങ്ങനെ വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് വീണ്ടും മേടിച്ചൊക്കെ കുടിച്ച് കുടിച്ചൊക്കെ തീർന്നിട്ട് നോക്കണം. 2 പരിചയമുള്ളവരുമാണ്. വീണ്ടും നമ്മൾ വന്ന് കറങ്ങി തിന്നത് ഗ്ലാസിൻ്റെ സ്ഥലത്തെത്തി. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഗ്ലാസ് അത് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ്സുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വെച്ചങ്ങ് മേടിച്ചളയാൻ വേണ്ടിയിട്ട്. എന്നും പോയി ഇങ്ങനെ നോക്കും വരും പക്ഷേ വേറെ ഒന്നും മേടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ചായ ഗ്ലാസ് വേണം. 2 ഗ്ലാസ് മേടിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ ഐസ്ക്രീം കട, ബജ്ജിക്കടയൊക്കെ കയറിയപ്പോഴും തിരക്ക് ഇത്തിരി കുറവാണ്. ഒരു സൈഡിലെ കോളിഫ്ലവർ ഉണ്ടാകുന്ന കടയൊക്കെ പോയി. പിന്നെ